ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്ലവറിംഗ് പ്ലാന്റുകൾക്ക് ഇടാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസർ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കൂടെ ഞാൻ ഒരു ദിവസം തന്നെ ഉണ്ടാക്കിയ 20 ചട്ടികളുടെ വിശേഷവും ഉണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ ഫെർട്ടിലൈസർ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഉള്ളിത്തോലാണ്. നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന ഈ ഉള്ളിത്തോല്. പക്ഷേ ഉള്ളിത്തോലിൻ്റെ കട്ടിയുള്ള ഭാഗമൊന്നും ഇതിന് ഉപയോഗിക്കാൻ പാടില്ല. നല്ല നേർത്ത തൊലി മാത്രം. ചെടികളിലെ മുരടിപ്പ് മാറ്റി നല്ല വളർച്ച നൽകുകയും ഫ്ലവറിങ്ങിന് സഹായിക്കുകയും ചെയ്യുന്നൊരു നല്ല ഫെർട്ടിലൈസറാണ് ഉള്ളിത്തോല്. അതുപോലെ തന്നെ ചെടിച്ചട്ടികളിൽ ഉണ്ടാകുന്ന ഉറുമ്പ് ശല്യം, കീടശല്യമൊക്കെ ഒഴിവാക്കാനും ഈ ഫെർട്ടിലൈസർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കീടങ്ങൾ കുറയും, പിന്നെ നല്ല വലുപ്പമുള്ള ഫ്ലവറുകൾ കിട്ടും. അങ്ങനെയുള്ളൊക്കെ ഒരു ഉപകാരം ഈ ഒരു ഉള്ളിത്തോല് കൊണ്ടുണ്ട്. അപ്പോൾ നമ്മളിത് വലിച്ചെറിയുന്നതിന് പകരം ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക. എന്നിട്ട് ഇതിപ്പോൾ വെള്ളത്തിൽ താഴ്ന്നു കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കല്ലുകൾ ഉപയോഗിക്കുന്നത്. ഇത് പുഴങ്കല്ലാണ്. ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടും നമുക്കിതിന് ഗുണങ്ങളുണ്ട്. കാരണം ഈ ഒരു കല്ലുകളിലാണ് എപ്സം സാൾട്ടിൻ്റെ അംശങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഈ ഒരു ഫെർട്ടിലൈസറിനെ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു വസ്തുവാണ് റോക്ക്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. ഉള്ളിയുടെ തോലും റോക്കും ഒക്കെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് നല്ല പോലെ ഭദ്രമായിട്ട് അടച്ചു വെക്കുക. അപ്പോൾ കണ്ടെയ്നറൊക്കെ നല്ല പോലെ ടൈറ്റാക്കി അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സ്ഥലത്ത് ഒഴിച്ചു വെക്കാം. ഇതൊരാഴ്ച ഇങ്ങനെ വെക്കണം. അതിന് ശേഷം മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസർ അല്ല. ഒരാഴ്ച നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. കണ്ടെയ്നർ നിറച്ച് വെള്ളം ഒഴിക്കാൻ പാടില്ല. ഒരു പകുതിയൊക്കെ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. കുറച്ച് ഭാഗം നമ്മൾ ഒഴിവാക്കിയിടണം. അപ്പോൾ ദാ നെക്സ്റ്റ് ഡേ ഞാനത് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അവസ്ഥ ഇതാണ്. കണ്ടോ, കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു ചുവന്ന കളർക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ഫെർട്ടിലൈസർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കണ്ടെയ്നർ എന്നും എടുത്തിട്ട് അതിൻ്റെ അടപ്പൊന്ന് തുറക്കുക, എന്നിട്ട് അതുപോലെ തന്നെ അടച്ചു വെക്കുക. അങ്ങനെ 8 ദിവസം റിപ്പീറ്റ് ചെയ്യണം. ഉള്ളിത്തോൽ ഒരിക്കലും ഡയറക്റ്റ് ചെടിയുടെ ചോട്ടിൽ കൊണ്ടിട്ട് കൊടുക്കരുത്. അത് നമ്മൾ ചെടി ചീഞ്ഞു പോകാനേ ഇടയാക്കുകയുള്ളൂ. കാരണം ഉള്ളിയുടെ വീര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ അത് അത്രയും വീര്യമുള്ളൊരു വസ്തു നമ്മൾ ചെടീൻ്റെ വേരിൽ കൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ ആ ചെടി ചീഞ്ഞു പോകും. അപ്പോൾ അതിന് പകരമാണ് ഇങ്ങനെ ഒരു ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിൻ്റെ നിറമൊക്കെ കണ്ടില്ലേ, നല്ലപോലെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു കണ്ടെയ്നറിലേക്ക് എടുക്കാം. ഇതിപ്പോൾ നല്ല വീര്യം കൂടിയ വളമാണ്. അപ്പോൾ ഇത് നമ്മൾ ചെടികൾക്ക് ഡയറക്റ്റ് ഒഴിച്ച് കൊടുത്താൽ ചെടികളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിത് ഒരു ഭാഗം ലായനി മാത്രമാണ് എടുക്കുന്നത്. ബാക്കി ഇതിൻ്റെ ഫുൾ റേഞ്ചിൽ വെള്ളം ഒഴിക്കണം. ആ വെള്ളം ഫുൾ ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ അതിൽ നിന്ന് കുറച്ചായിട്ടാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എനിക്ക് ഈ വളം ഉപയോഗിച്ചിട്ട് നല്ല ഫലം കിട്ടിയിട്ടുണ്ട്. ഞാൻ നഴ്സറിയിൽ നിന്ന് 15 രൂപക്ക് വാങ്ങിക്കൊടുന്ന റോസാ ചെടികളായിരുന്നു. അന്ന് ഒരൊറ്റ ഇല പോലും അതുമ്പോൾ ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ചെടിയാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തിരുന്നത്. കാരണം 25 രൂപ 30 രൂപയൊക്കെയാണ് നല്ലൊരു ചെടിക്ക്. അപ്പോൾ അതവിടെ ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നു. അങ്ങനെ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്ന ചെടികളാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അതിലൊക്കെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എനിക്ക് നല്ല പോലെ ഫ്ലവർ തന്നിട്ടുണ്ട് ഈ ചെടികൾ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഇത് ഷെയർ ചെയ്യുന്നത്. റോസാ ചെടികൾക്ക് മാത്രമല്ല കേട്ടോ, ഏത് ഫ്ലവറിങ് പ്ലാന്റിനും ഈ ഒരു വളം ഉപയോഗിക്കാം. നല്ല റിസൾട്ട് കിട്ടും. ഞാൻ പരീക്ഷിച്ച് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അത്രയും ഉറപ്പ് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. ഇനി നമുക്ക് ഏതായാലും എൻ്റെ ചട്ടിയുടെ വിശേഷങ്ങൾ കാണാം. എൻ്റെ എല്ലാ ചട്ടികളും ഞാൻ തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ ചട്ടികളൊക്കെ ഞാൻ അതുപോലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും കൂടി ഞാൻ ഇതിൽ കാണിക്കാം. ഇതിന് മുന്നേ ഞാൻ ചട്ടികൾ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ആദ്യമൊക്കെ ഉണ്ടാക്കുന്നത് ഒരു ദിവസം സെറ്റ് ചെയ്ത് വെച്ച് പിറ്റത്തെ ദിവസമാണ് ആ മോൾഡിൽ നിന്ന് അത് അടർത്തിയെടുക്കുക. ഇതതുപോലെയല്ല, അന്ന് തന്നെ നമുക്ക് അടർത്തിയെടുക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകതയും. അതുകൊണ്ട് തന്നെ ഒരുപാട് ചട്ടികൾ ഒരൊറ്റൊരു മോൾഡ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം.
അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ചട്ടികൾ ഒന്നിച്ചുണ്ടാക്കിയാൽ ഒരുപാട് ചെടികളൊക്കെ കൊടുന്ന് വെക്കാൻ, മറ്റത് ഓരോ ദിവസം ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കൂലേ. ചട്ടി ഉണ്ടാക്കാനുള്ള സിമെൻറ്റ് മണലൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഒരു 12 ഡബ്ബ മണലും അതിക്ക് സമാനമായിട്ട് 6 ഡബ്ബ സിമെൻറ്റുമാണ് ചേർത്തിട്ടുള്ളത്. അതായത് 2:1 എന്നുള്ള റേഷ്യോയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോഴേ ചട്ടികൾക്ക് കുറച്ചൊക്കെ ഒരു ഉറപ്പുണ്ടാവുള്ളൂ, പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ചാണ് കൂട്ടുന്നതിന് മുന്നേ തന്നെ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് സിമെൻറ്റും മണലും ഒക്കെ ഒരുമിച്ച് ചേർക്കണം. സത്യത്തിൽ ഈ മണലും സിമെൻറ്റും ഒക്കെ കൂട്ടണ പോലെ സംഭവിച്ചു കേട്ടോ. ഞാനിത് ശ്രമിച്ചു നോക്കിയിട്ട് എനിക്ക് കഴിഞ്ഞില്ല. അവസാനം ഞാൻ ഇക്കാനെ വിളിച്ച്, ഇക്കാണ് എനിക്ക് സിമെൻറ്റും മണലൊക്കെ നല്ല പോലെ അത് മിക്സാക്കി തന്നത്. വെള്ളം ചേർക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചാണ്ട് നമ്മൾ ചാന്ത് പരുവത്തിലാക്കരുത്. എങ്ങനെയപ്പോൾ അത് പറയാ, നമ്മൾ പറയല്ലേ പുട്ടിൻ്റെ പരുവത്തിൽ എന്നറിയില്ലേ, അതുപോലെ എങ്ങനെ കയ്യിൽ ഉരുട്ടിയാൽ കിട്ടുന്ന രൂപത്തിൽ. ഇനി നമുക്ക് ഈ മോൾഡിലേക്ക് ഇത് നല്ല പോലെ തേച്ച് പിടിപ്പിക്കണ്ടോ. തേച്ച് പിടിപ്പിക്കാൻ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ചെറിയ മോൾഡ് എടുത്തിട്ട് അതൊന്ന് തിരിച്ചു കൊടുക്കുക, അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക, അത്രേ ചെയ്യേണ്ടുള്ളൂ. ഇനി ആ ചെറിയ മോൾഡ് ഇത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു ചാന്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചട്ടകോ, ഇനി ചട്ടകം നിങ്ങളെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. നല്ല പോലെ അതിൻ്റെ വക്കൊക്കെ കറക്റ്റാക്കി എടുക്കുക. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പം തന്നെ അടർത്തി എടുക്കുകയാണല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ഇത് നല്ല ക്ലിയറായി നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് നല്ല മണൽ, സാധാ മണലുണ്ടല്ലോ, ആ മണലെടുക്കുക. അത് കുറച്ചൊരു നനവ് കൊടുക്കണ കൂടിയിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. നല്ല ഉണങ്ങി ഡ്രൈ ആയതല്ല, കുറച്ച് നനവുള്ള മണലാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് അത് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ ടൈറ്റാക്കി വെക്കണം, കാരണം ലൂസ് ഉണ്ടാകാൻ പാടില്ല. നല്ല പോലെ ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ നമുക്ക് കയ്യിൽ അത്ര നല്ല ടൈറ്റാക്കി അമർത്തി അതിൻ്റെ പ്രസ് ചെയ്ത് കൊടുത്തതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് നിരത്തിയെടുക്കുക. കല്ലും ഇതൊന്നും പെടാതെ വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി ആവശ്യമുള്ളത് ഇത് കമഴ്ത്താൻ പറ്റിയൊരു പലകയോ ടൈൽസോ എന്ത് വേണമെങ്കിലും എടുക്കുക, അല്ലെങ്കിൽ ചട്ടക്കടലാസും വേണമെങ്കിൽ എടുക്കുക. ടൈൽസാണ് ഏറ്റവും നല്ല. ചട്ടിയും ടൈലും പാടെ കൂട്ടിയിട്ട് അത് തിരിച്ച് പിടിക്കുക. അപ്പോൾ അത് ടൈലിൻ്റെ മുകളിലേക്ക് വരും. പിന്നെ അതിൻ്റെ ഹോളൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക. ചെറുപ്പത്തിൽ ചിരട്ടപ്പൊട്ട് കിട്ടിയെന്ന മാതിരിക്ക് തന്നെ അത് കണ്ട് തിരിച്ചിട്ടിട്ട് 2 കൊട്ട് അത് പൊന്തിച്ച് കഴിഞ്ഞാൽ ചട്ടി റെഡിയായി. അപ്പോൾ ഇതാണ് വാട്സപ്പിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വോയിസിൽ പറയുന്ന കതിനെക്കുറ്റി നിരത്തി വെച്ച പോലത്തെ ചെടിച്ചട്ടികൾ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒരു ദിവസം ഉണങ്ങാൻ വിടാം. ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട്, ചട്ടികളൊക്കെ ഉഷാറായി വന്നിട്ടുണ്ട്. ഒറ്റൊന്നും പൊട്ടാതെ തന്നെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് 20 ചട്ടികളാണ് കേട്ടോ കിട്ടിയത്. 20 ചട്ടികൾ ഞങ്ങളന്ന് ഉണ്ടാക്കി ആ ഒരു ചാന്ത് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഇത്ര വലിപ്പമുള്ള ചട്ടികളാണെങ്കിൽ അത്ര എണ്ണം ഉണ്ടാക്കിയെടുക്കുക, പക്ഷെ അതിലേറെ വലുതാണെങ്കിൽ അത്ര കിട്ടൂല. ഇനി ചെയ്യേണ്ടത് കുറച്ച് ഗ്രൗട്ട് ഉണ്ടാക്കുക. കുറച്ച് കുറുന്നനാക്കിയിട്ട് കലക്കണം, നല്ല ലൂസിലല്ല. എന്നിട്ട് അത് ഈ ചട്ടിയുടെ മുകളിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. കാരണം സിമെൻറ്റും മണലും അല്ലേ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മണലിൻ്റെ തരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പെട്ടെന്ന് അടർന്ന് പോരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ നല്ല പോലെ ഗ്രൗട്ട് എല്ലാ ചട്ടിയിലും അടിച്ചു കൊടുക്കുക. അപ്പോൾ അതാ ഞങ്ങളിതൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ മതിലിങ്ങനെ നിരത്തി വെച്ചിരിക്കണുണ്ടോ. അപ്പോൾ കണ്ടോ, നല്ല ഫിനിഷിംഗ് ഉണ്ട് കാണാൻ. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വൈറ്റ് വാഷൊക്കെ ചെയ്തു. പിന്നെ വൈറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻറ്റും അടിച്ചു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ നല്ല സിമ്പിളാണെന്ന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ചട്ടിയാണ്, ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. പിന്നെ ഞാനതിന് ഉപയോഗിച്ചിരിക്കുന്നത് പെയിൻറ്റ് എന്ന് പറയുന്നത് 190 രൂപേൻ്റെ ഒരു പെയിൻറ്റാണ്. അത്ര വലിയ നല്ല കമ്പനീൻ്റെ പെയിൻറ്റൊന്നുമല്ല. ചട്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ ചാന്ത് കൂട്ടുന്ന സമയത്ത് മാത്രമാണ്. അത് ലൂസിലാക്കരുത്. കാരണം അതിൻ്റെ മുന്നേക്കെ അല്ല ചട്ടി ഉണ്ടാക്കുന്നത്, ഇതിലൊക്കെ നല്ല ലൂസിൽ കൂട്ടാനാണ് എല്ലാവരും പറയുന്നത്. ഞാനും ഇതിൻ്റെ മുന്നേ ഇട്ട വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് അത് ലൂസിലാണ് വേണ്ടത്. കാരണം അത് വേറൊരു അച്ചിൽ പാർന്നിട്ട് അതിക്ക് വേറെ ഒരു ചെറിയ മോൾഡ് ഇറക്കി വെക്കുക എന്നുള്ള ആ ഒരു മോഡലാണ്. അതുപോലെയല്ല ഇത്. ഇതിന് അത്രയൊന്നും റിസ്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചാന്ത് ലൂസിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് ഈ പരുവത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂല. അപ്പോൾ അത് പരാജയപ്പെടും. ഞാനിത് പറയാൻ കാരണം ഒരുപാട് പേര് എൻ്റെ അടുത്ത് കണ്ട് പോയിട്ട് ഉണ്ടാക്കിയിട്ട് അത് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു. ഈ ഉണ്ടാക്കണ പോലെ ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വോയിസ് ഇതിൽ പറയുന്നത് കേട്ടോ.
അപ്പോൾ അതാ നമ്മളെ ചട്ടികളൊക്കെ നല്ല പെയിൻറ്റിലൊക്കെ കുളിച്ച് സുന്ദരികളായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെടികളൊക്കെ നട്ടു കൊടുക്കാം. എന്നിട്ട് എവിടെയാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ ഞാൻ കുറച്ചും കൂടി വലിയ ചട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണിക്കാം. അപ്പോൾ അതും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെയ്തുകൊണ്ട് കമഴ്ത്തി അന്ന് തന്നെ അടർത്തി എടുത്തിട്ടുള്ളതാണ്. ഇതിലും വലിയ ചട്ടികൾ നമുക്ക് ഒരിക്കലും ഇതുപോലെ ചെയ്തെടുക്കാൻ കഴിയില്ല കേട്ടോ. എൻ്റെ ഗാർഡനിലേക്ക് വേണ്ട എല്ലാ ചട്ടികളും ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഒരു 70 ചട്ടികളുടെ മേലെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനിയും നല്ല വീഡിയോസും ടിപ്സും ഗാർഡനിങ് ഐഡിയാസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.